ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു ഓൺ റോഡിന്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മുടെ കൂടെയുള്ളത് ഫോർഡ് എൻഡവർ 3.2 2018 വെഹിക്കിളാണ്. അപ്പോൾ ഈ ഒരു വെഹിക്കിൾ കൊച്ചിയിൽ നിന്നാണ് വന്നിട്ടുള്ളത്. കംപ്ലീറ്റ് മേക്ക് ഓവറിന് വേണ്ടിയിട്ടാണ് ഈ ഒരു വെഹിക്കിൾ വന്നിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു വെഹിക്കിൾ ശ്രദ്ധിച്ചാൽ അറിയാം, ചെറിയൊരു ആക്സിഡന്റ് പറ്റിയിട്ട് ഹെഡ് ലാമ്പ് യൂണിറ്റ്, അതുപോലെ തന്നെ ബമ്പർ, ഈ ഒരു ഫെൻഡർ കാര്യങ്ങളൊക്കെ ഡാമേജ് പറ്റിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഈ ഒരു വെഹിക്കിളിന് ഇൻഷുറൻസ് ക്ലെയിം ഉണ്ട്. നിങ്ങൾക്ക് അറിയാവുന്നത് പോലെ തന്നെ ഓൺ റോഡിൽ നമുക്ക് 15ഓളം ഇൻഷുറൻസ് ടൈപ്പ് ഉണ്ട്. അതിൽ തന്നെ ഒരുപാട് 10ൽ കൂടുതൽ ഇൻഷുറൻസ് നമുക്ക് ക്യാഷ്ലെസ് ഫെസിലിറ്റിയോട് കൂടി ഒറിജിനൽ പാർട്സ് ഉപയോഗിച്ചിട്ട് നമ്മൾ ക്ലെയിം ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഈ ഒരു വെഹിക്കിൾ നമുക്ക് ഇൻഷുറൻസ് ക്ലെയിം വർക്ക് ഉണ്ട്. മാത്രമല്ല ഈ ഒരു വെഹിക്കിൾ നമ്മൾ കംപ്ലീറ്റ് ആയിട്ട് F-150 റാപ്റ്ററിലേക്ക് കൺവേർട്ട് ചെയ്യാൻ പോവുകയാണ്. അപ്പോൾ എന്തൊക്കെ ചേഞ്ചസ് ആണ് ഈ ഒരു വെഹിക്കിൾ വരാൻ പോകുന്നത് നോക്കാം. ആദ്യമായിട്ട് ഈ ഒരു ഹുഡ് തന്നെയാണ് ചേഞ്ച് വരാൻ പോകുന്നത്. നമ്മൾ ഏതൊരു വീഡിയോയിലും പറയാറുള്ളത് പോലെ തന്നെ ഈ ഒരു എൻ്റയർ ഫ്രണ്ട് പോർഷൻസ് കംപ്ലീറ്റ് ആയി ചേഞ്ച് ആവുന്നുണ്ട്. ഹുഡ് ചേഞ്ച് ആവുന്നുണ്ട്, അതുപോലെ തന്നെ നമ്മുടെ ഫെൻഡേഴ്സ് മാറുന്നുണ്ട്. ഇപ്പോൾ റാപ്റ്ററിൻ്റെ നമ്മുടെ ഹെഡ് ലാമ്പ് യൂണിറ്റ് ശ്രദ്ധിച്ചാൽ അറിയാം, ഒരു മാസീവായിട്ടുള്ള ഒരു ഹെഡ് ലാമ്പ് യൂണിറ്റ് ആണ് വരാൻ പോകുന്നത്. അപ്പോൾ ആ ഒരു ഹെഡ് ലാമ്പ് യൂണിറ്റ് ചേഞ്ച് ആവും. ഈ ഒരു ഗ്രില്ല് നോർമലി എക്കോസ്പോർട്ട്, ഫോർഡിൻ്റെ എല്ലാ വണ്ടികൾക്കും ഈ ഒരു റാപ്റ്റർ ടൈപ്പ് ഗ്രില്ലുകൾ ആൾക്കാർ ആഡ് ചെയ്യാറുണ്ട്. ഓൾറെഡി ഈ ഒരു ഗ്രില്ല് ആഡ് ചെയ്തിട്ടുണ്ട്. നമ്മൾ കംപ്ലീറ്റ് ആയിട്ട് റാപ്റ്ററിന്റെ കിറ്റ് തന്നെ കൊടുക്കാൻ പോവാണ്. അതുപോലെ തന്നെ ബമ്പേഴ്സ് ചേഞ്ച് ആവുന്നുണ്ട്, വീൽ ആർച്ചസ് ഒക്കെ നമ്മൾ എക്സ്റ്റെൻഡ് ചെയ്യുന്നുണ്ട്. 20 ഇഞ്ച് വീലാണ് നമ്മൾ കൊടുക്കാൻ പോകുന്നത്. ടയർ ഓൾസോ നമ്മൾ ചേഞ്ച് ചെയ്യും. മാത്രമല്ല റിയർ ബമ്പറിലേക്ക്, അതുപോലെ തന്നെ റിയർ ക്വാർട്ടർ പാനൽ ആ ഒരു പോർഷൻസ് ഒക്കെ നമ്മൾ കുറച്ച് എക്സ്റ്റെൻഡ് ചെയ്ത് ഒരു മാസി ലുക്ക് ഈ ഒരു വെഹിക്കിളിന് കൊണ്ടുവരുന്നുണ്ട്. ഫുൾ ബോഡി പെയിന്റിങ്ങും ചെയ്യുന്നുണ്ട്. അപ്പോൾ നല്ലൊരു വർക്കായിട്ടാണ് ഈ ഒരു വീഡിയോ. നമ്മുടെ റാപ്റ്ററിന്റെ കിറ്റ് ശ്രദ്ധിച്ചാൽ അറിയാം, മലയാളത്തിലൊന്നും കംപ്ലീറ്റ് ആയിട്ടുള്ള ഒരു യൂട്യൂബ് വീഡിയോ കണ്ടിട്ടുണ്ടാവില്ല. അപ്പോൾ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് ഈ ഒരു വീഡിയോയിൽ ഇതിന്റെ ഫിറ്റിങ്ങും അതുപോലെ ഫുൾ ബോഡി പെയിന്റിങ്ങും ഒക്കെ ഈ ഒരു വീഡിയോയിൽ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പറയാം. നിങ്ങൾക്ക് അറിയാവുന്ന പോലെ തന്നെ ഓൺ റോഡിന്റെ എല്ലാ പെയിന്റ് വർക്സിനും നമ്മൾ 5 ഇയർ വാറണ്ടി കൊടുക്കാറുണ്ട്. അപ്പോൾ ഇതിന്റെ വർക്ക് ഇൻ ഡീറ്റെയിൽ ആയിട്ടൊന്ന് കാണാം. We'll be driving down the state, yeah. Looking around for the next crowd, yeah. Going our own way, trying to find a new route, yeah. We'll be going in circles, trying to find a way, searching for the things we do, yeah. Drop top without a choice, yeah. Hair blown round to the window, singing stupid noise with you. I just wanna get to know ya. I wanna go far to the coast, yeah. I wanna drive fast to the ocean. I wanna know all of you. Growing old like a ghost, yeah. I wanna have kids of my own, yeah. Live a life till it's over. But until we do, it's sleeping too long. Yeah, I'm feeling a little crazy. Sat at home being lazy. Wanna travel to the lady, flying with you. Wanna take on the world and do something. Would you by my side like it's nothing? Wanna buy you things that you wanted. Wanna find you, drop top without a choice, yeah. Hair blow round to the window, singing stupid noise with you. I just wanna get to know ya. I wanna go far to the coast, yeah. I wanna dive fast to the ocean. I wanna know all of you. Growing old like a ghost, yeah. I wanna have kids of my own, yeah. And live a life till it's over. But until we do, it's sleeping too long. So no, it's sleeping so no.
ഫൈനലി നമ്മളെ എൻഡവർ റാപ്റ്റർ പ്രോജക്റ്റ് കംപ്ലീറ്റ് ആയിരിക്കുകയാണ്. ഇതാണ് ഇതിൻ്റെ ഫൈനൽ ലുക്ക്. നമ്മൾ എൻറ്റയർ ആയിട്ട് ഈ ഒരു വെഹിക്കിൾ മാറ്റി ഫുൾ ബോഡി പെയിൻറ്റിങ് ചെയ്തു. അതുപോലെ തന്നെ ഹുഡ് ചേഞ്ച് ആയിട്ടുണ്ട്, കംപ്ലീറ്റ് ആയിട്ട് ഹെഡ് ലാമ്പ് യൂണിറ്റ് മാറിയിട്ടുണ്ട്. അതിൻ്റെ DRLും നമ്മുടെ റാപ്റ്ററിൻ്റെ ആ ഒരു LED കാര്യങ്ങളൊക്കെ കാണാം. ആ ഒരു റാപ്റ്ററിൻ്റെ വലിയ ഗ്രില്ല്, ഫോർഡിൻ്റെ ബാഡ്ജിങ്ങോടുള്ള വലിയ ഗ്രില്ല് കാണാം. ബമ്പർ ചേഞ്ച് ആയിട്ടുണ്ട്. ഇതിൻ്റെ മെയിൻ അട്രാക്ഷൻ എന്ന് പറയുന്നത് നമ്മുടെ ആ ഒരു ടയേഴ്സും വീലും നമ്മൾ മാറിയിട്ടുണ്ട്. 20 ഇഞ്ചിലേക്ക് അപ്ഗ്രേഡ് ചെയ്തിട്ടുണ്ട് വീല്. പിന്നെ സൈഡ് ബോഡി കാര്യങ്ങളൊക്കെ റാപ്റ്ററിൻ്റേതായിട്ടുള്ള കുറച്ച് എലമെൻറ്റ്സ് കൊണ്ടുവന്നിട്ടുണ്ട്. നിങ്ങൾക്കറിയാം ഒറിജിനൽ റാപ്റ്റർ പറയുമ്പോൾ ബാക്കിൽ നമ്മുടെ ആ ഒരു ബോക്സും കാര്യങ്ങളൊക്കെ വരും. പക്ഷേ എൻഡവർ റാപ്റ്റർ കൺവേർഷൻ ചെയ്യുമ്പോൾ മാക്സിമം നമ്മുടെ ആ ഒരു മസ്കുലർ ഫീൽ കിട്ടാൻ വേണ്ടിയുള്ള എലമെൻറ്റ്സ് ഒക്കെ ഈ ഒരു റാപ്റ്റർ കൺവേർഷൻ കിറ്റിൽ വരുന്നുണ്ട്. അപ്പോൾ ഈ ഒരു വെഹിക്കിളിൻ്റെ മേജർ അട്രാക്ഷൻ എന്ന് പറയുന്നത് ഇതിൻ്റെ ഹെഡ് ലാമ്പ് യൂണിറ്റ് തന്നെയാണ്. വലിയൊരു ഹെഡ് ലാമ്പ് യൂണിറ്റാണ് ഈ ഒരു വെഹിക്കിളിന് വരുന്നത്. മാത്രമല്ല ഫോർഡിൻ്റെ ആ ബാഡ്ജിങ്, ഇപ്പോൾ നോർമലി ആക്സറീസ് കടയിലൊക്കെ ഈ ഒരു ഗ്രില്ല് അതുപോലെ തന്നെ ഈ ഒരു ലൈറ്റൊക്കെ ഇപ്പോൾ ട്രെൻഡിങ് ആയത്, അത് ആക്ച്വലി വന്നിരിക്കുന്നത് റാപ്റ്ററിനാണ്. അപ്പോൾ ആ റാപ്റ്റർ ടൈപ്പ് LEDs ഒക്കെയാണ് ഇപ്പോൾ നോർമലി ഫോർച്യൂണർ ആണെന്നുണ്ടെങ്കിലും ഇപ്പോൾ എന്തിന് സ്വിഫ്റ്റ് വരെ ഈ ഒരു LED ഫിറ്റ് ചെയ്യുന്നത് കാണാം. അതുപോലെ തന്നെ ഇതുപോലുള്ള ഗ്രില്ല് ഫോർവേഡ് എക്കോസ് ബോർഡിനും നോർമൽ എൻഡവറിനും ഒക്കെ ഈ ഒരു ഗ്രില്ലും നോർമലി വരാറുണ്ട്. അപ്പോൾ ഈ ഒരു ഹെഡ് ലാമ്പ് യൂണിറ്റും ഈ ഒരു ഗ്രില്ലും വലിയൊരു ഗ്രില്ലുമാണ് ഇതിൻ്റെ മേജർ അട്രാക്ഷൻ എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ഇതിൻ്റെ ഹുഡ് ഇവരെ വലിയൊരു നമ്മുടെ എയർ സ്കൂപ്പ് ഉണ്ട്. അതുപോലെ തന്നെ ഒരു ബമ്പറിൽ വരുന്ന ഈ ഒരു LEDs ഒക്കെ ഇതിൻ്റെ മെയിൻ അട്രാക്ഷനാണ്. ടോട്ടലി ഈ ഒരു എൻഡവർ നമുക്ക് എവിടെയും മോശം പറയാൻ പാടില്ല, കാരണം കംപ്ലീറ്റ് ആയിട്ട് ഇതിൻ്റെ ലുക്ക് മാറിയിട്ടുണ്ട്. ഇപ്പോൾ ഇതിൻ്റെ കസ്റ്റമേഴ്സ് തന്നെ ഭയങ്കര എക്സൈറ്റഡ് ആണ്. അതായത് ഈ ഒരു നോർമൽ എൻഡവർ നമ്മൾ കംപ്ലീറ്റ് റാപ്റ്ററായി ഇതൊരു കരിമ്പുലിയായിട്ട് മാറുമ്പോൾ അതിൻ്റെ ഒരു എക്സൈറ്റ്മെൻറ്റ് വളരെ വലുതാണ്. അപ്പോൾ ഈ ഒരു വെഹിക്കിളിൻ്റെ ലുക്കിന് മേജറായിട്ടുള്ള ഒരു അട്രാക്ഷൻ പോയിൻ്റാണ് ഇതിൻ്റെ ഈ ഒരു വീല്. ലെൻസോൻ്റെ നമ്മുടെ 20 ഇഞ്ച് വീലാണ്. അതുപോലെ തന്നെ 305 വരുന്ന ഒരു ഓൾ ടെറൈൻ ടയറും ഈ ഒരു വെഹിക്കിളിനുണ്ട്. അതുപോലെ ഈ ഒരു വലിയ വീൽ ആർച്ചസ് ഒക്കെ ചേഞ്ച് ആയിട്ടുണ്ട്. ഈ ഒരു ഫെൻഡറിൻ്റെ എവിടെയും ഒരു എയർ സ്കൂപ്പ് കാര്യങ്ങളൊക്കെ കാണാം. നമ്മുടെ ക്രോം എലമെൻറ്റിൽ വന്നിട്ടുണ്ടായിരുന്ന ഈ മിററൊക്കെ നമ്മൾ ഡീക്രോം ചെയ്തിട്ടുണ്ട്. മാത്രമല്ല ഈ വെഹിക്കിൾ ഇത്ര ഹൈറ്റ് ആയതുകൊണ്ട് തന്നെ നമ്മളൊരു ഓട്ടോമാറ്റിക് ഫുഡ് സ്റ്റെപ്പും ഈ ഒരു വെഹിക്കിളിന് കൊടുത്തിട്ടുണ്ട്. അതും നമ്മുടെ വണ്ടിൻ്റെ പെർഫെക്ഷനെ ഒന്നുകൂടി ബെറ്റർ ആക്കുന്നുണ്ട്. നമ്മുടെ സൈഡ് പ്രൊഫൈലിലേക്ക് വരുമ്പോൾ ഈ ഒരു റിയർ ഡോറിനും അതുപോലെ തന്നെ ക്വാർട്ടർ പാനൽ, ഇവിടെ ഒരു എക്സ്റ്റെൻഡഡ് പോർഷനും അതുപോലെ തന്നെ വലിയൊരു വീൽ ആർച്ചസും ആണ് ഇതിൻ്റെ മേജർ അട്രാക്ഷൻ. അപ്പോൾ ഫ്രണ്ടിലെ ആ ഒരു ഡിസൈനിനെ മാച്ച് ചെയ്യാൻ വേണ്ടി ഇവിടെ ഈ ഒരു മസ്കുലർ ലുക്ക് കൊടുക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെയാണ് ഈ ഒരു സൈഡിൽ വന്നിട്ടുള്ളത്. ആക്ച്വൽ റാപ്റ്ററിൽ നമുക്ക് ബാക്കിൽ ആ ബോക്സ് ആണ് വരുന്നത്. അപ്പോൾ അതിൻ്റെ ഡിസൈനിനെ മാച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് മാക്സിമം പെർഫെക്റ്റ് ആക്കാൻ ഈ ഒരു കാര്യങ്ങളൊക്കെ ഈ ഒരു കിറ്റിൽ നമ്മൾ ശ്രദ്ധിച്ചിട്ടുണ്ട്. മാത്രമല്ല ടെയിൽ ലാമ്പ് യൂണിറ്റ് കംപ്ലീറ്റ് ആയിട്ട് സ്മോക്ക്ഡ് ഒരു ടെയിൽ ലാമ്പ് യൂണിറ്റ് ആണ് വന്നിട്ടുള്ളത്. അതുപോലെ തന്നെ നമ്മുടെ റിയർ ബമ്പറിൻ്റെയും അതുപോലെ തന്നെ ഈ ഒരു എക്സ്റ്റൻഡഡ് പോർഷൻ റിയർ ബമ്പറിലും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്. ടോട്ടലി വണ്ടി കംപ്ലീറ്റ് ആയിട്ട് മാറിയിട്ടുണ്ട്. റൂഫ് റെയിൽ നമ്മൾ ബ്ലാക്ക് ചെയ്തിട്ടുണ്ട്. എവിടെയൊക്കെയാണോ നമ്മൾ ക്രോം വന്നിട്ടുള്ളത് അതൊക്കെ നമ്മൾ ഡീക്രോം ചെയ്തിട്ടുണ്ട്. അതാണ് വണ്ടിയുടെ ആ ഒരു അഗ്രസീവ് ലുക്ക് ഒന്നുകൂടി കൂട്ടുന്നത്. ഇപ്പം വണ്ടിയുടെ വർക്കിനെ പറ്റി പറയുകയാണെങ്കിൽ അടിപൊളിയായിട്ടുണ്ട്. എന്ന് പറഞ്ഞാൽ നമ്മൾ ഉദ്ദേശിച്ചതിനേക്കാളും പക്ക പെർഫെക്ഷനിൽ നമ്മൾ ആ സെറാമിക് കോട്ടിങ്, എക്സ്പെഷ്യലി നിങ്ങളുടെ പെയിൻറ്റിംഗ് ആണ് മെയിനായിട്ട്. പെയിന്റിങ് ഭയങ്കര ഫിനിഷിംഗ് ആയിട്ട് നമ്മൾ ഒരിക്കലും ഈ ഒരു ഫിനിഷിംഗ് പ്രതീക്ഷിച്ചില്ലായിരുന്നു. നമ്മൾ ഏത് സമയത്ത് വിളിച്ചാലും പിന്നെ ഓൺ ടൈമിലാണ് കറക്റ്റ് ഡെലിവറി. നമ്മുടെ അടുത്ത് ഒരു 10-15 ദിവസം കൊണ്ട് കിറ്റ് വരും. ബാക്കി കാര്യങ്ങളും ഫുള്ള് കാര്യങ്ങളൊക്കെ നമ്മുടെ അടുത്ത് എപ്പോഴും അപ്ഡേറ്റ് ആയിരുന്നു. പിന്നെ നമുക്ക് ഓരോ കാര്യങ്ങൾ വിശദീകരിച്ച് തരാനും ഇന്നതുപോലെ ചെയ്യാനും ഇവരുടേതായ സജഷൻസും നമ്മുടെ കാര്യങ്ങളും ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. നല്ല ഡീലിംഗ് ആണ്, നല്ല വർക്ക്. അതാണ് ഇവരുടെ ഏറ്റവും വലിയ പ്രത്യേകത, ക്വാളിറ്റി അതാണ്. ഇനിയിപ്പോ നമ്മളെ സംബന്ധിച്ച് ഇനിയിപ്പോ അടുത്തൊരു വണ്ടിയുടെ വർക്കൊക്കെ വരുമ്പോ ഞങ്ങൾക്ക് ഇപ്പൊ ഇങ്ങോട്ട് വരേണ്ടി വരില്ല എന്ന് തോന്നുന്നത്. കൊച്ചിയിൽ നിങ്ങളിപ്പോ അടുത്ത വരുന്നില്ല, ഞങ്ങൾക്ക് പിന്നെ അത് എളുപ്പമായിരിക്കും. താങ്കളുടെ ആ വർക്കും ഞങ്ങളോടുള്ള ആ ഡീലിങ്ങിനൊക്കെ ഞങ്ങൾക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. അപ്പോൾ ഇതുപോലുള്ള സെയിം മേക്ക് ഓവേഴ്സ് നിങ്ങളുടെ വാഹനത്തിനും വരുത്താൻ താല്പര്യം ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഓൺ റോഡിനെ കോൺടാക്ട് ചെയ്യാം. ഇത് എൻഡവർ 3.2 2018 വെഹിക്കിളാണ്. ഇതാണ് നമ്മൾ റാപ്റ്റർ കിറ്റിലേക്ക് കൺവേർട്ട് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ മറ്റൊരു എപ്പിസോഡിൽ പുതിയൊരു വെഹിക്കിളുമായി കാണുന്നത് വരെ ദിസ് ഇസ് ഷാഹിദ് റിസ സൈനിങ് ഓഫ്.